നിങ്ങളുടെ കുട്ടി വളരെ മോശമാണ് കേട്ടോ, ക്ലാസ്സിൽ വലിയ സംസാരമാണ്, എപ്പോഴും ശല്യമാണ്, മറ്റു കുട്ടികൾക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്, ക്ലാസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നില്ലായിരിക്കാം അല്ലേ എന്നിങ്ങനെ സ്വന്തം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെക്കുറിച്ച് രക്ഷിതാവിനോട് പരാതിപ്പെടാറുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലും സമീപനങ്ങളിലും ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ നന്നായിരിക്കും. ഒരു കുട്ടിയുടെ പോരായ്മകളെ നിരന്തരമായി വിമർശിച്ച് അതിനെ പർവ്വതീകരിച്ച് കാണിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും കുട്ടിക്ക് അത് പലതരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീർന്നേക്കാം. ഇത്തരം നിരന്തരമായ വിമർശനങ്ങൾ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും നടത്തുന്നതിലൂടെ അനുകൂലമായ സ്വഭാവ വ്യതിയാനങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ല. അധ്യയന വർഷം ആരംഭിച്ചിട്ട് ഒരു മാസക്കാലം പിന്നിടുകയല്ലേ. സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെയെല്ലാം പേര് വിളിച്ച് സംബോധന ചെയ്യാൻ അധ്യാപകരായി നമുക്ക് കഴിയുന്നുണ്ടോ? ഏതൊരു കുട്ടിക്കും അവരുടെ പേര് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പേര് വിളിച്ച് നാം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തിരുത്തലുകളും നൽകുമ്പോൾ കുട്ടിക്ക് താൻ അധ്യാപകർക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നും എനിക്ക് ആവശ്യമായ പരിഗണനകൾ ലഭിക്കുന്നുണ്ടെന്നുമുള്ള ഒരു ബോധ്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കുട്ടികൾക്ക് ഒരു വ്യക്തിത്വ വികസനത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് അധ്യാപകർ കുട്ടികളെ കൃത്യമായി അവരുടെ പേരുകൾ വിളിച്ച് അവരോട് സംസാരിക്കുമ്പോഴാണ്. കുട്ടികൾ ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങളെ നാം കണ്ടെത്താറുണ്ടോ? അവരുടെ ഗുണങ്ങൾ നാം തിരിച്ചറിയാറുണ്ടോ? സ്വന്തം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും കുറഞ്ഞത് 5 ഗുണങ്ങളെങ്കിലും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും അതിന് ഒരു പരിശ്രമം അധ്യാപകരുടെ ഭാഗത്തു നിന്നും ആവശ്യമാണ്. അതുൽ വളരെ നന്നായി എഴുതുന്നുണ്ട് കേട്ടോ. ഷുഹൈബ് മറ്റു കുട്ടികളെയൊക്കെ സഹായിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നു. ആരതി രാവിലെ വന്നപ്പോൾ മുതൽ ഇപ്പോൾ ഈ 3 മണി വരെയും യൂണിഫോം എത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിക്കുന്നത്, നന്നായിട്ടുണ്ട് കേട്ടോ. സ്നേഹ ആ ഫ്ലോറിൽ കിടന്ന കടലാസ് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, കൊള്ളാം, നന്നായിരിക്കുന്നു എന്നിങ്ങനെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ചെറിയ നന്മകളെ പോലും തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നല്ല അംശങ്ങൾ പ്രബലപ്പെടണം എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് ഉണ്ടാവുകയും ആ നന്മ കൂടുതൽ വളർത്തുവാനും അതിലൂടെ മികച്ച പങ്കാളിത്തം നന്മ ഉള്ള കാര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാനും കുട്ടികൾ പരിശ്രമിക്കുന്നു. എന്നാൽ ചെറിയ തെറ്റുകളെ പോലും നിരന്തരമായി പരസ്യമായി വിമർശിക്കുമ്പോഴാകട്ടെ അത് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാവുകയും അവരിൽ അത് അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ചില ചിന്തകളായി പരിണമിക്കുകയും ചെയ്യും. ഒരുപക്ഷേ അതുകൂടി വന്നാലോ അത് പലതരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് മാറുന്ന തരത്തിലുള്ള അസ്വസ്ഥതകളായി മാറിയേക്കാം. അതുകൊണ്ട് ഏതൊരു കുഞ്ഞിലുമുള്ള നല്ല അംശങ്ങൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു കടമയാണ്. അച്ചടക്കം പാലിക്കുക എന്ന് പറയുമ്പോൾ അത് ശിക്ഷണത്തിലൂടെയും ശിക്ഷകളിലൂടെയുമാണ് എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രഥമ പടി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മകളും കഴിവുകളും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ നാം വിദ്യാലയത്തിലേക്ക് വരുത്തുമ്പോൾ ആ രക്ഷിതാവുമായുള്ള ആശയവിനിമയത്തിലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുട്ടിയെ എല്ലാം പഠിപ്പിച്ച് എല്ലാ തരത്തിലും പക്വതയിലേക്ക് എത്തിക്കുന്നതിന് മാതാപിതാക്കൾക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ടാണല്ലോ അവർ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയക്കുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ ഒരു കുട്ടി ആയിരിക്കുമ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാവ് ഞാനാണ് എന്ന ബോധ്യം അധ്യാപകർക്കുണ്ടാവണം. ആഗോളതലത്തിൽ മികച്ച അധ്യാപകരെ വിശേഷിപ്പിക്കുന്ന പേര് മെന്റർ എന്നാണ്. മെന്റർ എന്ന വാക്കിന്റെ അർത്ഥം സഹരക്ഷിതാവ് എന്നാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞിന്റെ രക്ഷിതാവ് കുട്ടി ക്ലാസ്സിലായിരിക്കുമ്പോൾ ആ രക്ഷിതാവ് നാം തന്നെയാണ്. ആ ഒരു സമീപനത്തിൽ കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മികവുകളെ കണ്ടെത്താനായി ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. രക്ഷിതാവുമായി സംസാരിക്കുമ്പോഴാകട്ടെ നിങ്ങളുടെ കുട്ടിക്ക് ഈ വക കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നതിന് മുമ്പായി കുട്ടിയുടെ നന്മകൾ ആദ്യം ഒന്ന് അവതരിപ്പിച്ചതിന് ശേഷം വേണം തിരുത്തേണ്ട മേഖലകളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ. അതാകട്ടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നല്ല, മറിച്ച് നമുക്ക് ശ്രദ്ധിക്കണം, നമുക്ക് നോക്കാം, ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ സഹായിക്കാം എന്നിങ്ങനെ ഒരു സഹകരണത്തിന്റെ മനോഭാവത്തോടുകൂടി വേണം അധ്യാപകർ രക്ഷിതാക്കളോട് കുട്ടികളെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്താൻ. ഇപ്രകാരമുള്ള പരസ്പര സഹവർത്തിത്വത്തിലൂടെയാണ് കുട്ടിയുടെ വ്യക്തിത്വ വികസനം പൂർണ്ണമാകുന്നത് എന്നത് അധ്യാപകർ തിരിച്ചറിയേണ്ടതാണ്. ഏതെങ്കിലും ഒരു കുട്ടിയെ കുഴപ്പക്കാരനായോ മോശക്കാരിയായോ നാം ലേബൽ ചെയ്യുന്നതിലൂടെ അവർ ഒരു തരത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഇങ്ങനെ മാനുഷികതയിലൂന്നിയ ചില സമീപനങ്ങൾ അധ്യാപകർ സ്വീകരിക്കുമ്പോൾ അത് വിദ്യാർത്ഥികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രതിഫലനങ്ങൾ സമൂഹത്തിലും ഉണ്ടാകും എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബാലപാഠമായി തന്നെ നാം കണക്കാക്കേണ്ടതാണ്.